പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും രണ്ടാം വർഷ ട്രാവൽ ആൻഡ് ടൂറിസം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളൊരു അസാധാരണമായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഇപ്പോൾ നമുക്ക് പരസ്പരം കാണാനും ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ വിക്ടേഴ്സ് ചാനലിലൂടെ നിങ്ങളുടെ നോൺ വൊക്കേഷണൽ ക്ലാസ്സുകൾ ഒരു പരീക്ഷണാർത്ഥ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് ഈ ഒരാഴ്ച. അതിനുശേഷം അതിലുള്ള തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ വീഡിയോസ് വിക്ടേഴ്സ് ചാനലിലൂടെ നിങ്ങൾക്ക് തൽക്കാലം ലഭ്യമല്ല. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പ്രിപ്പറേഷനിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെപ്പോൾ പുറത്തു വരും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊരു ചെറിയ വീഡിയോ ഞാൻ തയ്യാറാക്കിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മെസ്സേജുകളിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾക്ക് ആകെ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ 2 മൊഡ്യൂളുകൾ നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിച്ചു കഴിഞ്ഞു. ആ 2 മൊഡ്യൂളുകളുടെ പരീക്ഷ ആണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞത്. ഇനി രണ്ടാം വർഷത്തിൽ നമുക്ക് അടുത്ത 2 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. ഈ മൊഡ്യൂളുകളിൽ പ്രധാനമായും നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തേക്ക് ഒരു തൊഴിലിനായി ഇറങ്ങുമ്പോൾ വേണ്ട സ്കില്ലുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളുമാണ് ഈ മൊഡ്യൂൾ 3-ലും മൊഡ്യൂൾ 4-ലും പ്രധാനമായും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 2 മൊഡ്യൂളുകളിലും എന്താണ് പഠിക്കേണ്ടതെന്ന് ചെറിയ വാക്കുകളിലൂടെ ഞാൻ പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിലേക്ക് കടക്കാം. മൊഡ്യൂൾ 3-ൽ നമ്മൾ ടൂർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻ്റ് എന്നാണ് മൊഡ്യൂൾ 3-ൻ്റെ പേര്. അതിൽ പ്രധാനമായും ടൂർ പ്രിപ്പറേഷൻ അഥവാ ഒരു ടൂർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടൂറിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് അഥവാ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ ഘടകങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഉള്ള ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനമായും പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. അതിൽ പ്രധാനമായും ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് അറിയിച്ചതുപോലെ തന്നെ ഒരു ടൂർ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഒരു ടൂർ ഓപ്പറേറ്റർ അഥവാ ടൂർ നിർമ്മിക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു ടൂർ ഉണ്ടാക്കുന്നത്, ഒരു ടൂർ പാക്കേജ് ചെയ്യുന്നത് എങ്ങനെയാണ്. എന്താണ് പാക്കേജ് ടൂർ എന്നുള്ളത് നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിച്ചതാണ്. പാക്കേജ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് അഥവാ ഘടകങ്ങളെല്ലാം ഒരു ടൂർ ഓപ്പറേറ്റർ പ്രിപ്പയർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്യുകയും ടൂറിസ്റ്റുകൾ ആ സംവിധാനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പാക്കേജ് ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ടൂറിൻ്റെ എല്ലാ കോമ്പണൻസും അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള കോസ്റ്റ് അഥവാ ഈ ടൂറിൻ്റെ കോസ്റ്റ് മാത്രം അവർ ടൂർ ഓപ്പറേറ്ററിന് കൊടുക്കുകയും ടൂർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ, ബാക്ക്ഗ്രൗണ്ട് വർക്ക് എല്ലാം ടൂർ ഓപ്പറേറ്റർ ചെയ്തിരിക്കും. അതാണ് പാക്കേജ് ടൂർ അഥവാ ഒരു ടൂറിനെ മൊത്തത്തിൽ എല്ലാ കമ്പോണൻസിനെയും കൂടെ ചേർത്ത് നമ്മളൊരു പാക്കറ്റാക്കി കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതാണ് പാക്കേജ് ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാക്കേജ് ടൂറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ പാക്കേജ് ടൂർ ഉണ്ടാക്കുമ്പോൾ ഏത് ടൂറിനും പ്രധാനമായും വേണ്ടത് ആ ടൂർ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഡെസ്റ്റിനേഷൻ നമ്മൾ നിശ്ചയിക്കണം. ഡെസ്റ്റിനേഷൻ നിശ്ചയിച്ചതിന് ശേഷം ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എന്ത് ട്രാൻസ്പോർട്ടേഷൻ മുഖേനയാണ്
പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഈ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിലൂടെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ആ താമസ സ്ഥലത്ത് എത്ര ദിവസം താമസിക്കുന്നു, ആ കാലയളവിൽ അവിടെ താമസിക്കുന്ന കാലയളവിൽ നമ്മൾ എന്തൊക്കെയാണ് ആ പ്രദേശത്ത് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് അഥവാ പ്രവർത്തികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടൂർ ഓപ്പറേഷനിൽ അഥവാ ടൂറിൻ്റെ ഹാൻഡ്ലിങ്ങിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായി വേണ്ട ഒരു വസ്തുതയാണ് ഈ ടൂറിൻ്റെ പ്ലാൻ അഥവാ ഒരു ടൈം ടേബിൾ. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു ടൂർ എവിടുന്ന് ആരംഭിക്കുന്നു, ഏതൊക്കെ പോയിന്റുകളിലൂടെ കടന്ന് എവിടെ അവസാനിക്കുന്നു, അതായത് ടൂറിൻ്റെ ഒറിജിൻ അഥവാ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ ജേർണി, അതാണ് ടൂറിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ടൂറിൻ്റെ പ്രഭവസ്ഥാനം അഥവാ ടൂർ ആരംഭിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിനിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻ്റർമീഡിയേറ്റ് പോയിന്റ്, അതായത് നമ്മൾ ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നോ ആ പ്രദേശങ്ങളെയാണ് നമ്മൾ ഇൻ്റർമീഡിയേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റുകളിലൂടെ കടന്നുപോയി ഡെസ്റ്റിനേഷൻ അഥവാ എൻഡിങ് പോയിന്റ് ഓഫ് എ ജേർണി, ഒരു യാത്ര അവസാനിക്കുന്ന സ്ഥലം, അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ എവിടെയാണ്, ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് എവിടെയാണ്, ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതുപോലെ എത്ര മണിക്ക് നമ്മൾ ഒറിജിനിൽ നിന്നും തുടങ്ങും, ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സിൽ നമ്മൾ ഏതൊക്കെ സമയത്ത് എത്തിച്ചേരും, ഡെസ്റ്റിനേഷനിൽ നമ്മൾ തിരികെ എപ്പോൾ എത്തും, അതുപോലെ ഈ ഓരോ പോയിന്റിലും നമ്മൾ താമസിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത്, ഈ താമസിച്ചതിന് ശേഷം നമ്മൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാകാം, അവിടെയുള്ള സ്ഥലങ്ങൾ കാണുന്ന സൈറ്റ് സീയിങ് ആകാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് മുതലായ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ, സ്കീയിങ്ങോ അല്ലെങ്കിൽ ഗോൾഫിങ്ങോ, അല്ലെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ലൈക്ക് മൗണ്ടനിയറിങ്ങോ റോക്ക് ക്ലൈമ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മ്യൂസിയമോ പാലസുകളോ കോട്ടകൾ അഥവാ ഫോർട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണുന്നുണ്ടോ, അവിടെ നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്ര മണിക്ക് എത്തിച്ചേരും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. അതാണ് ടൂറിൻ്റെ പ്ലാൻ അഥവാ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഈ ടൈം ടേബിളിനെ ടൂറിസം ഇൻഡസ്ട്രിയിൽ അഥവാ ട്രാവൽ ഇൻഡസ്ട്രിയിൽ വിളിക്കുന്ന പേര് ആണ് ഐറ്റിനറി. ഐറ്റിനറി എന്താണെന്ന് ഒരു ചെറുതായി നമ്മൾ 1ാം വർഷത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഐറ്റിനറി എന്ന് പറയുന്നത് ഒരു ടൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഘടകത്തിലാണ് നമ്മൾ എന്തൊക്കെയാണ് ടൂറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഐറ്റിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷെഡ്യൂൾ ഓഫ് എ ടൂർ, അല്ലെങ്കിൽ ഒരു ടൂറിൻ്റെ ടൈം ടേബിളാണ് ഐറ്റിനറി എന്ന് പറയുന്നത്. ഈ ഐറ്റിനറിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒറിജിൻ ഓഫ് എ ടൂർ, ഒരു ടൂറിൻ്റെ പ്രഭവസ്ഥാനം അഥവാ ഒറിജിൻ, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അതിനകത്തുണ്ടാവും. ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതുണ്ടാകും. എന്ത് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, അഥവാ നിങ്ങൾ ഫ്ലൈറ്റിലാണോ, ട്രെയിനിലാണോ, ബസ്സിലാണോ, കാറിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ബൈക്കിലോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൽ ഉണ്ടാവുക. അടുത്തത് അതിനകത്തുണ്ടാവുക ഹോട്ടൽസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഹോട്ടലുകളാകാം, അല്ലെങ്കിൽ റിസോർട്ടുകളാകാം, ഇൻ ആവാം, അല്ലെങ്കിൽ ടെൻറ്റുകളാവാം. സപ്ലിമെൻ്ററി അക്കോമഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ാം വർഷത്തിൽ. സപ്ലിമെൻ്ററി അക്കോമഡേഷനിലുള്ള എന്തെങ്കിലും ആകാം. അപ്പം ഇതിൽ എന്താണ് നമ്മൾ ഈ ടൂറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ടൂറിനകത്ത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ പോകുന്നത്, ഈ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർവീസുകൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ,
ഇതൊക്കെയാണ് ടൂറിൻ്റെ ടൈം ടേബിളിൽ ഉണ്ടാവുക. അതാണ് ഐറ്റിനറി എന്ന് പറയുന്നത്. ഈ ഐറ്റിനറി എന്ന് പറയുന്നത് ഒരു ടൂറിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ഐറ്റിനറികളാകാം. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ടൂറിന് പോകുമ്പോൾ അല്ലെങ്കിൽ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും ടൂറിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ടൂറിസ്റ്റിന് കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റ് അറിയേണ്ട വിവരങ്ങൾ ചേർത്തുള്ള ഒരു ടൂറിസ്റ്റ് ഐറ്റിനറി ഉണ്ടാകും. അപ്പോൾ ഈ പാക്കേജ് ടൂറിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ഒരു ടൂർ മാനേജർ ഉണ്ടാകും. ഈ ടൂർ മാനേജറിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൂർ മാനേജേഴ്സ് ഐറ്റിനറി ഉണ്ടാകും. നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ നമ്മളൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ലോക്കൽ ട്രാൻസ്ഫർ ഉണ്ട്. ഈ ലോക്കൽ ട്രാൻസ്ഫറിന് നമ്മൾ ഉപയോഗിക്കുക ചിലപ്പോൾ കാറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്രൂപ്പായിട്ടാണ് ടൂർ പോകുന്നതെങ്കിൽ ഒരു ബസ്സാകാം, അല്ലെങ്കിൽ പാക്കേജ് ടൂറിൻ്റെ പാർട്ടാകുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടാവും, അവരെല്ലാവരും കൂടെ ഒരു ബസ്സിലായിരിക്കും പോവുക. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡ്രൈവറിന് ഒരു ഐറ്റിനറി കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ വെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു ട്രാവൽ ഏജൻ്റ് ആകാം, അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആളിൻ്റെ ഐറ്റിനറി ആകാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഐറ്റിനറികൾ ഉണ്ടാകാം. ഈ പലതരത്തിലുള്ള ഐറ്റിനറികൾ ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഒരു ടൂറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ടൂറിസ്റ്റ് എന്ന് പറയുന്ന ആളിലേക്ക് ടൂർ എന്ന് പറയുന്ന ഒരു അനുഭവത്തിനെ എത്തിച്ചു കൊടുക്കുന്നതിന് പല ആൾക്കാർ ഈ ടൂറിൽ ഭാഗഭാക്കാകുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ 1ാം വർഷത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോരുത്തർക്കും അവരുടെ ഫങ്ഷൻ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഐറ്റിനറിയാണ് അവരവരുടെ കയ്യിലുണ്ടാവുക. ടൂറിസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ മാത്രം. ടൂറിസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഏത് ദിവസം യാത്ര ചെയ്യുന്നു, എത്ര മണിക്ക് യാത്ര തുടങ്ങുന്നു, ബസ്സിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറിപ്പോയാൽ എത്ര മണിക്ക് എത്തുന്നു, അവിടെ ചെന്നിട്ട് ഏത് ഹോട്ടലിൽ താമസിക്കുന്നു, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് എങ്ങനെ പോകുന്നു, എത്ര മണിക്ക് പോകുന്നു, അവിടെ ചെന്ന് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ നമ്മുടെ ഹോം കൺട്രിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ സ്വന്തം താമസ സ്ഥലത്തേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും, എപ്പോൾ എത്തിച്ചേരും, ഇതിനെല്ലാം കൂടി എത്ര തുകയാണ് ഞാനെന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് തരേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു ടൂറിസ്റ്റ് അറിയേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു ടൂറിസ്റ്റ് ഐറ്റിനറി എന്ന് പറയുന്നത്. അതേസമയം ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവറിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ബസ് ഡ്രൈവറിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ലോക്കൽ ട്രാൻസ്ഫറിൽ പറയുന്ന ബസ് ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ബസ് ഡ്രൈവറിന് എന്തൊക്കെ അറിയണം, എത്ര മണിക്ക് ടൂറിസ്റ്റിനെ പിക്കപ്പ് ചെയ്യണം, അവർ നമ്മൾ എത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ എത്ര മണിക്കൂറാണ്. അപ്പോൾ ഒരു മ്യൂസിയം കാണാൻ പോവുകയാണ്, അവിടെ ചിലപ്പോൾ 1-2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ എത്ര മണിക്കൂറാണ് അവിടെ നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ബസ് ഡ്രൈവർ അറിയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഐറ്റിനറി ആയിരിക്കും ഉണ്ടാവുക. ടൂർ മാനേജർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടുക. കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിലെന്തൊക്കെ ആരെങ്കിലും ആയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരുമോ, ഒരു ഹോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഹോട്ടലിലെ മാനേജറിനെ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതർ ഇൻഫർമേഷനും കൂടി ചേർന്നതായിരിക്കും ഒരു ടൂർ മാനേജറിൻ്റെ ഐറ്റിനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഐറ്റിനറിയെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. എന്താണ് ഐറ്റിനറി എന്ന് പറയുമ്പോൾ ടൂറിൻ്റെ ഒരു ടൈം ടേബിൾ അഥവാ ഷെഡ്യൂളിനെയാണ് നമ്മൾ ഐറ്റിനറി എന്ന് പറയുക. ഒരു ഐറ്റിനറിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, ഐറ്റിനറിയിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും മിനിമം വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ്. അതായത് ടൂർ തുടങ്ങുന്ന സ്ഥലം, ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന സ്ഥലം, ഇതിനിടയിൽ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ ടൂറിലൂടെ നമ്മൾ കടന്നു പോകുന്നു. രണ്ടാമത്തത് അക്കോമഡേഷൻ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. അടുത്തത് നമ്മൾ വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഗതാഗത മാർഗം ഉപയോഗിച്ചാണ് ടൂറ് പോകുന്നത്, വരുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ട്രാൻസ്ഫർ, ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ സൈറ്റ് സീയിങ്ങിന് എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതർ സർവീസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള എന്ത് സർവീസുകളാണ് ഈ ടൂറിൽ കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത്. ആസ് എ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ സർവീസുകളാണ് കിട്ടാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൂറിസ്റ്റ് ഐറ്റിനറി ഉണ്ടാവുക. എന്തൊക്കെ തരം ടൂറിസ്റ്റ് ഐറ്റിനറി അല്ലെങ്കിൽ ഐറ്റിനറികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു.
ഒരു ടൂറിസ്റ്റിന് വേണ്ട ഐറ്റിനറി, ടൂർ മാനേജേഴ്സ് ഐറ്റിനറി, ബസ് ഡ്രൈവേഴ്സ് ഐറ്റിനറി, പിന്നെ വെൻഡേഴ്സ് ഐറ്റിനറി, പിന്നെ ടൂർ എസ്കോർട്ട് അഥവാ ഗൈഡ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഐറ്റിനറി. അദ്ദേഹത്തിനാവുമ്പോൾ വേറൊരു പ്രത്യേക തരത്തിലുള്ള ഐറ്റിനറി ആയിരിക്കും ഉണ്ടാവുക, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉള്ള. അപ്പം ഇതാണ് ഐറ്റിനറിയെ പറ്റിയിട്ടുള്ള ഏറ്റവും ബേസിക് ഇൻഫർമേഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ 2-3 ആവർത്തി കേൾക്കുക, അപ്പോൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഞാൻ അയച്ചു തന്ന നോട്ട്സ് കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. നന്ദി.